ഞങ്ങളിന്നേ മാവിനൊക്കെ ഉണക്കം വന്നാൽ അതിന് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മാവ് നല്ല മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കമ്പുകളൊക്കെ വെട്ടിയിട്ട് സാഫ് എന്ന സാധനം അടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് വെച്ച് വെട്ടിക്കൊടുത്താൽ കുറേ ആക്കമുണ്ട്. അതൊക്കെ കൊമ്പുകളൊക്കെ ഉണങ്ങി പോയിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. ഓക്കെ, അത് ഒടിച്ചാൾ. ഈ മാവ് ആ ഉണക്ക ഭാഗം കംപ്ലീറ്റ് അങ്ങോട്ട് വെട്ടണ്ട, അങ്ങോട്ട് വെട്ടണ്ട, അപ്പുറത്തേ വെട്ടണ്ട, അപ്പുറത്തേ വെട്ടണ്ട. ആ ആ ചെത്തിയിട്ട് അതിൻ്റെ പുതിയ പഴയ ആ ഡാമേജ് വന്ന സാധനങ്ങളൊക്കെ കണ്ട് വെട്ടി ഒഴിവാക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ സാഫ് അടിക്കേണ്ടത് കേട്ടോ. ഇത് ചെത്തിയിട്ട് വേണ്ട ഇതേമാതിരി നല്ല വൃത്തിയാക്കി ചെത്തിയതിന് ശേഷം നമ്മൾ സാഫ് അടിക്കും. സാഫ് അടിച്ചതിന് ശേഷം അല്ല അതിന് കുറേ നമുക്ക് ഇത് കുറഞ്ഞിട്ട് ഇനി 2 ഭാഗം കൂടി ചെത്താണ്ട്. ഇത് വലിയ നല്ല അടിപൊളി മാങ്ങായ്ക്കാൻ മാവേന്. അപ്പോൾ അത് അല്ല അങ്ങനെ ചെത്തി എൻ്റെ തോല് കംപ്ലീറ്റ് ചെത്തി ഒഴിവാക്കണം. അത് മതി. ഈ മരുന്നാണ് അടിക്കുന്നത്. സാഫ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഫംഗസൈഡിനുള്ളതാണ്. അപ്പോൾ അത് അടിച്ചാൽ കണ്ട ഇത് ബ്രഷിലാക്കിയിട്ട് നല്ല കട്ടിയിലാണ് അടിക്കുന്നത്. 100 ഗ്രാം ഞങ്ങൾ ഇതിലേക്ക് എടുത്ത് ഇനി കുറച്ചും കൂടെ ഇതുണ്ട്. അപ്പോൾ തികയാതെ ഞങ്ങൾ പിന്നെ അടിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇനി അത് അടിക്കാൻ തുടങ്ങാം കേട്ടോ. ചെത്തി വൃത്തിയാക്കിയ ഭാഗത്ത് വല്ലാണ്ട് ഇട്ടല്ല നല്ലോ കട്ടിയിൽ നല്ല അടിച്ചു കൊടുക്കണം. ഇത്തരത്തിലേക്ക് കിട്ടും. അതേമാതിരി ഈ കൊമ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കമ്പുകളിലൊക്കെയാണ് ഇതിന് വരിക. കമ്പുകളിൽ നിന്നാണ് ഈ സാധനം ഇതിന് പൊട്ടി ചീന്തണമാതിരി വരികയാണ്. പൊട്ടി ചീന്തി വന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഫംഗസ് കയറിയിട്ട് ഈ ഉണക്കം വരും. അപ്പോൾ ഇതിൻ്റെ കമ്പിനൊക്കെ അടിച്ചു കൊടുക്കേണ്ടത് വളരെ നല്ല. ഉണ്ണിച്ചനാണ് ഇത് അടിക്കണത്. ഉണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലായിടത്തും അങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്നാൽ പിന്നെ ഇത് മാറും. ഇതിന് മാത്രമേ ഈ മരുന്ന് മാത്രമേ ഇതിനൊരു ഇതുള്ളൂ. ഇത് നല്ല കായ്ക്കണ മാവ് അതിനെക്കൊണ്ട് നമ്മളെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ മാത്രമല്ല ഇനി ഇവിടെ വലിയൊരു കൊമ്പുണ്ട്. ആ കൊമ്പിലേക്ക് കൂടെ അത് അടിക്കാനുണ്ട് കേട്ടോ. ഇതേമാതിരി വക്കിനൊക്കെ താഴത്തേക്ക് നല്ല ഇറക്കി അടിക്കണം. ചില ഭാഗത്തൊക്കെ ഈ കമ്പുകളിലാണ് ഇതിന് ഉണക്കം വരിക. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ അടിക്കുന്നത് കേട്ടോ.